നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആയുധമായി കൊണ്ടുവന്നത് സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങളായിരുന്നു. പോലീസ് മർദ്ദനങ്ങളുടെ കഥകൾ പരിശോധിച്ച് മുന്നോട്ടു പോയ പ്രതിപക്ഷം കൊല്ലം നെടുമ്പനയിൽ ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേക്കേണ്ടി വന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത്. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ 1338/2025 നമ്പർ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതി വിനോദാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സജീവല്ല. മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പ്രതിയാണെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ ഇന്ന് വാദിച്ചത്. ലോക്കൽ സെക്രട്ടറി പ്രതിയാണെന്ന് മാത്രമല്ല, മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ആ ഖണ്ഡികയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുഖ്യമന്ത്രിയെ ഒന്നുകിൽ പോലീസ് പറ്റിച്ചു. 1338 നമ്പർ /2025 നമ്പർ കേസ് സജീവിനെതിരെയുള്ളതല്ല, കണ്ണനല്ലൂർ പോലീസ് വിനോദിനെതിരെ എടുത്ത കേസാണ്. ആ കേസിന്റെ FIR നമ്പറാണ് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഇന്ന് പോലീസ് എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായി മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കൊല്ലത്തെ DCC സെക്രട്ടറി കൂടിയായ ഫൈസൽ കുളപ്പാടം. ഫൈസൽ, ഇന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്ക് മുമ്പിൽ, സ്വാഭാവികമായും ഒരു ആധികാരികമായ രേഖയാണ് നിയമസഭയിൽ വെക്കുമ്പോൾ, ക്രൈം നമ്പർ 1338/2025 കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സജീവ് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന്. അങ്ങനെയാണോ? ഒരു സൂക്ഷ്മതയോടുകൂടിയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. കാര്യം മുഖ്യമന്ത്രി പറയുകയാണ്, സജീവ് എന്ന് പറയുന്ന ആൾ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവ് എന്ന് ആദ്യം പോലീസുകാരോട് ആക്രോശിച്ചു. ഇതാണ് മുഖ്യമന്ത്രി പറയുന്ന വാചകം. പിന്നീട് മദ്യപിച്ച് ബഹളമുണ്ടാക്കി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 1338/2025 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുകയുണ്ടായി. ഇതിൽ ഒന്നാമത്തെ കാര്യം, സജീവ് എന്ന് പറയുന്ന ആൾ CPMന്റെ നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. സജീവിനെ പോലീസ് മർദ്ദിച്ചു എന്നുള്ള കാര്യം ഇവിടുത്തെ മുഴുവൻ ദൃശ്യ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത, നിങ്ങൾ 24 ഉൾപ്പെടെ ആദ്യം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. അപ്പോൾ സജീവിനെ, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സജീവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു എന്ന് പറയുന്നു 1338/2025. അപ്പോൾ ഈ 1338/2025 FIRന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തിരിക്കുന്നത് വിനോദാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയായിരിക്കുന്നത്. വിനോദ് പുലിയില എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി ഭാര്യയെ ഉൾപ്പെടെ ചീത്ത വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ നിസ്സാരപ്പെട്ട ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. ഇത് പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് സജീവ് വന്ന് സ്റ്റേഷനിൽ വന്ന് ചീത്ത വിളിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തു എന്നുള്ളത് ഒന്നാമതായിട്ട് മുഖ്യമന്ത്രി പറയുന്നു. രക്തചുരുക്കത്തിൽ പോലും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല, പകരം ഭാര്യയുമായി പ്രശ്നം. പുലിയിലായിൽ നടന്ന ഭാര്യയുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും ഉണ്ടായ പ്രശ്നമെന്നാണ് പറയുന്നത്. അതിൽ സജീവല്ല. ഒന്നാമത്തെ കാര്യം, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മദ്യപിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു കെട്ട് പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിനകത്ത് നോക്കി മുഖ്യമന്ത്രി വായിക്കുകയാണ്. PG പോലീസ് സ്റ്റേഷനിലുമായി ബന്ധപ്പെട്ട കാര്യം, ശുചിത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കാര്യം പറഞ്ഞത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞ 1338/2025 കേസെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ പോലീസുകാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി വായിക്കുന്ന ഒരു മുഖ്യമന്ത്രി, സ്വന്തം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് പറ്റിക്കുകയാണ് എന്നുള്ളത് 100% മുഖ്യമന്ത്രിയെ പോലീസ് പറ്റിച്ച് ഇത്രയും നാളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാവുന്നില്ല എന്നുള്ളതല്ല, അദ്ദേഹം ഇത് മനസ്സിലാക്കാതെ ഈ പോലീസിനെ വീണ്ടും വീണ്ടും വെള്ളപൂശി പോലീസിനെ വീണ്ടും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. മാങ്ങ മോഷ്ടിക്കുന്ന ഒരു പോലീസ് നാളിതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? തൊണ്ടി മുതലായിട്ടുള്ള മൊബൈൽ മോഷ്ടിക്കുന്ന ഒരു പോലീസിനെ നാളിതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ. ഇവർക്ക് ധൈര്യം മുഖ്യമന്ത്രിയെ പോലും പറ്റിക്കുക, സഭയെ തെറ്റിദ്ധരിപ്പിക്കുക. മുഖ്യമന്ത്രി സഭയിൽ പറയുമെന്നറിയാം. സ്വാഭാവികമായും അത്തരമൊരു ധൈര്യം ഈ പോലീസുകാർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കാര്യം, മുഖ്യമന്ത്രി ഈ കൊടുക്കുന്നത് അതേപടി വായിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അറിയാം. യാതൊരു ഹോംവർക്കും ഇല്ല, ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ പറയുന്നത് അതേപടി ചെയ്യുന്ന ഒരാളാണ്. ലോക്കൽ
സെക്രട്ടറിക്കെതിരെ ഇത്തരമൊരു കേസ് വന്നപ്പോൾ പാർട്ടി നേതൃത്വമായി, ജില്ലയിലെ പാർട്ടി നേതൃത്വമായി ആലോചിക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ആളുകൾ മനസ്സിലാക്കിയില്ലയോ? ദൃശ്യപത്ര മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത കാര്യമല്ലയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുള്ള വിഷയം? ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അറിഞ്ഞു, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അറിഞ്ഞു, സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞു. അവരിതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ദൃശ്യപത്ര മാധ്യമങ്ങളിൽ ആദ്യത്തെ പേജിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അത് തന്ത്രപൂർവ്വം മുഖ്യമന്ത്രി അവിടെ ഒരു സൈലന്റ് ഉണ്ടാക്കുകയാണ്. സജീവ് എന്ന് പറയുന്ന ആൾ, അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെള്ളമടിച്ച് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് എന്ന് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇതാ കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല. അതിന്റെ കൂടെ അങ്ങ് വായിച്ചു പോ. സജീവ് എന്നൊരാൾ, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് റോജി എം ജോൺ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിൽ വിഷയം ഉന്നയിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ സജീവ് എന്ന് പറയുന്ന ഒരാളായി മാറി. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അവിടെ പ്രകടമാക്കിയില്ല, പൊതുജനങ്ങളെ കബളിപ്പിച്ചു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം, കാര്യം മുഴുവൻ ജനവിഭാഗങ്ങളും ഈ പോലീസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ പ്രധാനത്തോടു കൂടി ജനങ്ങൾ വീക്ഷിക്കുന്നതാണ്. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷ ഇവിടെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിയമസഭയെ പോലുമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതെന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സംഭവം കൊല്ലം ജില്ലയിൽ വലിയ ചർച്ചകൾക്ക്, ചൂടേറിയ ചർച്ചകൾ കൂടിയാണ് വഴിവെക്കുന്നത്. ഇനി സജീവിന്റെ പ്രതികരണമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത നാളുകൾക്കിപ്പുറം അദ്ദേഹം മദ്യപാനിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ, തന്റെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി മദ്യപാനിയാണെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. അയാൾ സ്റ്റേഷനിലെത്തി പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണെന്ന ചോദ്യം കൂടി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ഇനിയുള്ള മറുപടി വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ചൂടേറിയ ചർച്ചകൾക്ക് കൊല്ലം ജില്ലയിൽ ഇടം നൽകും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.